ഹലോ. അപ്പം ഞാനിന്നെൻ്റെ നഴ്സിംഗ് എക്സ്പീരിയൻസ് ഇൻ ഓസ്ട്രിയ അത് ഷെയർ ചെയ്യാനാണ് വന്നത്. എനിക്കൊരാൾ കമൻ്റ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ, അതായത് ഇവിടുത്തെ ഡ്യൂട്ടി എങ്ങനെയാ, ഷിഫ്റ്റ് എത്ര മണിക്കൂറാണ് ഉള്ളത്, പിന്നെ അതുപോലെ എക്സ്പെൻസസ്, സാലറി, പിന്നെ എക്സാമിനെ പറ്റി, പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് ജർമ്മനി അല്ലാണ്ട് ഓസ്ട്രിയ ചൂസ് ചെയ്തു, ഇതിൻ്റെ ആൻസറാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ആൻഡ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഷിഫ്റ്റാണ് ഉള്ളത്, ഒന്ന് നൈറ്റും പിന്നെ ഒന്ന് ഡേ ടൈമും. നമ്മളിവിടെ എത്തിയിട്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഇപ്പം തൽക്കാലം ഞങ്ങൾക്ക് ഇപ്പം തന്നിട്ടില്ല, ഇപ്പം ഡേ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒന്ന് ലാംഗ്വേജ് ഒക്കെ സെറ്റായി നമ്മൾ എക്സാമൊക്കെ കംപ്ലീറ്റ് ആക്കിയ ശേഷം മാത്രമേ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് തരുമായിരിക്കും. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ഒന്നും ഇല്ല, ഇപ്പം ഓൺലി ഡേ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഡേ ഷിഫ്റ്റ് എനിക്ക് 39 വർക്കിംഗ് ഹവേഴ്സ്, ഒരു വീക്കിൽ 39 ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. അപ്പം അതുകൊണ്ട് ഡിപ്പെൻസ് ആയിരിക്കും, അവർ പക്ഷെ ഒരു വീക്കായിട്ടല്ല നോക്കുന്നത്, ഒരു മന്ത്ലി ടോട്ടൽ 156 കവർ ചെയ്യുന്ന പോലെയാണ് നോക്കുക. അപ്പം ചില ദിവസം 3 ഡേയ്സ് വർക്കിംഗ് ഡേ ഉണ്ടാവും, പിന്നെ 2 ഡേയ്സ് ഫ്രീ ഉണ്ടാവും. ചില ദിവസം 4 ഡേ വർക്കിംഗ് ഡേയ്സും 2-3 ഡേയ്സ് ഫ്രീ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഇന്ന് മന്തിൻ്റെ ഉള്ളിൽ 156 ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ളൂ. പിന്നെ ഓരോരോ ഈ ഷിഫ്റ്റും വർക്കിംഗ് ഹവേഴ്സ് എല്ലാം ഓരോ ഹോസ്പിറ്റലും ഓരോ അവരുടെ പ്ലേസ് വർക്കിംഗ് പ്ലേസ് അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലായിടത്തും ഒരേ സംഭവമായിരിക്കില്ല. ഇനിയാണ് വലിയൊരു കാര്യം, സാലറി ആൻഡ് എക്സ്പെൻസസ്. നമ്മൾ ഒരു കാര്യം പറയാം, മീൻസ് അതൊരു എന്തു പറയുക, ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ അത്ര നമുക്ക് അവെയർ ആവാത്തൊരു ഇതായിരിക്കും. നമ്മളിവിടെ വരുന്നതിന് മുന്നേ നമ്മളോട് പറയും ഇന്ത്യൻ മണി 3 lakh 2.5 lakh ഇന്നതായിരിക്കും നമ്മളുടെ സാലറി, ഇതായിരിക്കും നമ്മളറിയുക. ഇതറിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ഇതെടുത്തിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് വരല്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം ഇപ്പം എൻ്റെ എക്സാം ആണെങ്കിൽ ഞാൻ ജർമ്മൻ B2 വരെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ്ങും ഇൻ്റർവ്യൂവും എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്ത് ടോട്ടൽ ഒരു 2 ഇയേഴ്സ് ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഇവിടുത്തെ എൻ്റെ സാലറി ഇപ്പം 3,000 യൂറോ ആണ് എൻ്റെ സാലറി. അപ്പം അതിൽ ഇപ്പം പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്സ് പിന്നെ ഇവിടുത്തെ ഇൻഷുറൻസ് കട്ട് ചെയ്ത് 1,000 യൂറോ അങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് അത് ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം ടാക്സ് പോകുന്നത് ഒരു 300 സംതിങ് ആയിട്ട് ടാക്സ് പോകുന്നത്. ഇറ്റ്സ് ഓക്കെ, ടാക്സ് അല്ലേ, അത്രയല്ലേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ സോഷ്യൽ ഫെസിലിറ്റീസും, അതായത് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ആയിപ്പോയാൽ നമുക്ക് തരേണ്ട പൈസ, പിന്നെ ഈ നാട്ടിലെ ഓൾഡ് പീപ്പിൾസിന് കൊടുക്കാനുള്ള പെൻഷന്റെ പൈസ, മീൻസ് പ്രഗ്നന്റ് ലേഡീസിനുള്ള അലവൻസ്, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മുടെ സാലറിയിൽ നിന്ന് എടുക്കുന്നതാണ് 600 സംതിങ് യൂറോ. അത് സോഷ്യൽ ഫെസിലിറ്റീസും എന്ന് പറഞ്ഞിട്ടത്, സോഷ്യൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇത്ര എമൗണ്ട്, ടോട്ടൽ 1,000 സംതിങ് കട്ടായിട്ടായിരിക്കും സാലറി മിച്ചം ഉണ്ടാവുക. ആ സാലറിയിൽ നിന്ന് ഇപ്പം എൻ്റെ വീടിൻ്റെ വാടക, ഞാൻ ഓൾറെഡി നിങ്ങളോട് എൻ്റെ വീട് ഞാൻ ഹോം ടൂറിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീടിൻ്റെ വാടക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 1,300 സംതിങ് ആണ്. അപ്പം നമ്മൾ 2 പേര് ഇവിടെ ഉള്ളത്, അപ്പം ഒരാൾക്ക് 700 സംതിങ് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഈ 700-നകത്ത് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ലും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹീറ്ററിൻ്റെ പൈസയും വീടും ഇതാണ് പിന്നെ വൈഫൈ ഇതും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ പുറമേ കൊടുക്കേണ്ട പൈസയാണ് നമ്മൾ വേസ്റ്റിൻ്റെ പൈസ, പിന്നെ യൂസ് ചെയ്ത വാട്ടർ ഒഴുക്കി വിടാനുള്ള പൈസ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറണ്ടിൻ്റെ പൈസ ഫിക്സ്ഡ് എമൗണ്ട് ഒരു വാങ്ങുന്നത്, പക്ഷെ അതിൽ കൂടിയെങ്കിൽ അതിനൊരു എക്സ്ട്രാ പൈസ. ഹീറ്റർ ഇടുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഹീറ്റർ ഇടേണ്ടി വരും, തണുപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടില്ല, അപ്പം അതിൻ്റെ വേറെ പൈസ. മീൻസ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന വീടിൻ്റെ വാടകയെ കൂടാണ്ട് നമ്മൾക്ക് കുറേ ചിലവ് ഇതിൽ വരുന്നുണ്ട്. മീൻസ് എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ഉള്ള എൻ്റെ ഇതിൽ അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ്, ഇവിടെ ഇപ്പം എൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു പക്ക വില്ലേജാണ്. അപ്പം
ഇവിടെ നമ്മൾ കുറേ നടന്നു പോയാൽ നമുക്ക് ഒരു ഷോപ്പ്, എനിക്കിപ്പോൾ അടുത്തൊരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ, ബാക്കി ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ ബസ്സിൽ പോകേണ്ടി വരും. ഇവിടുത്തെ ഉള്ള ഒരു സ്പാർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ആ ഷോപ്പിന് ഓൾറെഡി സാധനങ്ങളുടെ വില കൂടുതലാണ്. എന്തായാലും നമ്മൾ പിശുക്കാണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫുഡിന് നല്ല ഹെൽത്തിനും വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉറപ്പായിട്ടൊരു 300-400 യൂറോ അതായത് പോവും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 1.2 അല്ലെങ്കിൽ 1.3 ലാക്കിൻ്റെ അടുത്താണ് നമുക്ക് സേവ് ആക്കാൻ പറ്റുന്നത്. ഇത് ഞാൻ ഇങ്ങോട്ട് വന്ന ശേഷമാണ് അറിഞ്ഞത്. മീൻസ് അപ്പം ഞാൻ ചിന്തിച്ചു, അയ്യോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി അല്ല ഇവിടെ കിട്ടുന്നത്. നമുക്ക് കിട്ടാൻ പോകുന്ന സാലറിയുടെ വാല്യൂ മാത്രമേ ഇവർ പറയൂ. അത് കഴിഞ്ഞ് കട്ടാവാനുണ്ട്, ഇന്ന് ആവശ്യമുണ്ട്, അതൊന്നും നമ്മളോട് പറയില്ല. പക്ഷെ ഇപ്പം നമ്മൾ 20s ആയതുകൊണ്ട് നമുക്കായിട്ട് പേഴ്സണലി എന്തെങ്കിലും ബക്കറ്റ് ലിസ്റ്റ് ആഗ്രഹങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ലോങ് ടേംസിന് ഇത് ബെനിഫിറ്റ് ആണ്. പിന്നെ ഷോർട്ട് ടേംസിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ എത്തിയിട്ട് ജസ്റ്റ് 2 months ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്കങ്ങനൊന്നും അറിയില്ല. പക്ഷെ എന്താ പറയുക, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം ഈ ഒരു സാലറി റേഞ്ച് മാറുന്നത് വരെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വെളിങ്ങനൊന്നും സേവ് ചെയ്യാൻ പറ്റൂല. അടുത്ത കാര്യമാണ് എക്സാമിനെ പറ്റി ചോദിച്ചത്. നമ്മൾ നോസ്ട്രിഫിക്കേഷൻ എക്സാമിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിച്ച നേഴ്സിംഗ് നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് ടേംസും മെഡിക്കൽ ടേംസും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അത് ജർമ്മനിലോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനുവേണ്ടി ഇപ്പം എനിക്ക് ഫെബ്രുവരിയിൽ കോളേജിൽ പോവാണ്. ഇവിടുത്തെ കോളേജിൽ എത്ര മാസത്തെ ക്ലാസ് എന്ന് എനിക്കറിയില്ല, എക്സാം എപ്പോഴാണെന്ന് നമുക്ക് ഇതുവരെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടില്ല. അപ്പം ക്ലാസ്സിന് പോകണം, മെഡിക്കൽ ടെർമിനോളജീസും കാര്യങ്ങളും ഒക്കെ ജർമ്മനിലേക്ക് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ എക്സാം ഉണ്ടാവും. ഈ എക്സാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റും. ഇപ്പം ഞാൻ രജിസ്റ്റേർഡ് നേഴ്സല്ല. ഇപ്പം ശരിക്കും നമ്മൾ BSc നേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നതാണെങ്കിലും ഇവിടത്തെ നമുക്ക് എന്താ പറയുക, നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ്, അതാണ് നമുക്ക് പൊസിഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കുമല്ലോ സാലറി. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മൾ പാസ്സായി കഴിഞ്ഞ് രജിസ്റ്റേർഡ് നേഴ്സ് ആയി കഴിഞ്ഞ് നമ്മൾ BSc നേഴ്സിലോട്ട് കൺവേർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് സാലറി കൂടുമ്പം കുറച്ച് 1.5 ലാക്കിൻ്റെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ മന്ത്ലി വെക്കാൻ പറ്റുമായിരിക്കും, സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള നിലയിൽ പറ്റില്ല. പക്ഷേ എക്സാംസും നോസ്ട്രിഫിക്കേഷൻ എക്സാം ഇപ്പം നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയ ഫെബ്രുവരിയിലാണെന്നാണ്. ഫെബ്രുവരിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. കാരണം എനിക്കിപ്പം എക്സാം ഉണ്ട് എന്നറിയാം, ഫെബ്രുവരിയിൽ ക്ലാസ് ആണെന്നറിയാം, ഏത് രീതിയിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. അതിൻ്റെ എക്സാം എപ്പോഴാണെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കിപ്പോൾ അറിയില്ല. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വൈ ഓസ്ട്രിയ ഓവർ ജർമ്മനി? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനി എന്ന് പറയുമ്പം കുറേ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്, കുറേ ഇൻഫർമേഷൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ ത്രൂ ആണെങ്കിലും നമ്മൾ റീൽസിലാണെങ്കിലും ഒക്കെ കാണുന്നുണ്ട്. കുറേ പേര് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എത്ര പേരാണ് ജർമ്മനിയിലുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ചിന് ഓക്കെ ജർമ്മനി ഓക്കെ നമ്മൾ കുറേ പേര് കേൾക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞോട്ട് ഞാൻ ഈ ജർമ്മൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുള്ളത് ജർമ്മനി അല്ല, ഇവിടെ വരണം എന്നാണ് ഉള്ളത്. കാരണം ഞാനിത് അങ്ങനെ വലിങ്ങനെ കേട്ടിട്ടോ, അതായത് ഈ ഓസ്ട്രിയ എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കേട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ നോക്കാം. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജർമ്മനീൻ്റെ ഡീറ്റെയിൽസ് കാണുന്ന പോലെ ഓസ്ട്രിയയിൽ കാണാൻ പറ്റില്ല. ഞാനിതുപോലെ കുറേ വീഡിയോസും കാര്യമെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ വരുന്നതിന് മുന്നേ. പക്ഷെ അങ്ങനെ ഡീറ്റെയിൽസും കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇപ്പം ഇവിടുത്തെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസിനെക്കാളും കുറവാണ് ജർമ്മനിയിലത്തെ ലിവിങ് എക്സ്പെൻസ്. ഇപ്പം ഇവിടെ ടാക്സ്, സോഷ്യൽ ഇൻഷുറൻസ്, പക്ഷെ ജർമ്മനിയിൽ അത്രയില്ല. ജർമ്മനിയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത്ര സാലറി കിട്ടിയാൽ നമുക്ക് കുറച്ചധികം സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും ഇതില്ല. പിന്നെ ജർമ്മനീൻ്റെ ബെനിഫിറ്റ്സും കാര്യം എന്താണ് അങ്ങനെ ഒന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം എനിക്ക് ജർമ്മനീൻ്റെ കാര്യങ്ങൾ ഞാൻ വലിങ്ങനെ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ആകെ ഉള്ളൊരു കാര്യം എനിക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ ഇപ്പം എൻ്റെ പ്ലേസ് എന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡും ലെസ്റ്റൻസ്റ്റൈനും പിന്നെ ജർമ്മനിയിലൊക്കെ ബോർഡറിലായിട്ടാണ് ഉള്ളത്. അപ്പം ഇവിടെ നിന്ന് ജർമ്മനി ബോർഡറിൻ്റെ അടുത്തുള്ളവർ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ, ഗ്രോസറീസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ജർമ്മനിയിലേക്ക് പോയിട്ട് വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ജർമ്മനിയിലാകുമ്പം എക്സ്പെൻസ് ഇതിനേക്കാളും സാധനങ്ങളും അതൊക്കെ വാങ്ങുന്നതിൻ്റെ എക്സ്പെൻസ് കുറച്ച് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയിലുള്ളവർ വേണം പറയാൻ
എങ്ങനെയാണ്, ഇതുപോലെയാണോ, മീൻസ് ടാക്സും ഇൻഷുറൻസും ഒക്കെ ഇതുപോലെ ഇത്ര ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വേണം പറയാൻ. പിന്നെ എന്തൊക്കെയാ ബെനിഫിറ്റ്സ് ഇല്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്ക് വർഷത്തിൽ ഒരു 5, ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് 5 വീക്ക് വെക്കേഷൻ ഉണ്ട്. 5 വീക്ക് വെക്കേഷനും അതല്ലാണ്ട് 1 വീക്ക് എക്സ്ട്രാ ഒരു വെക്കേഷൻ ഉണ്ട്. ആ വെക്കേഷൻ നമുക്ക് എന്താ പറയുക, സേവ് ചെയ്ത് 5 വർഷം കഴിഞ്ഞിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓരോ ഇയറിൽ തന്നെ എടുക്കാം. അപ്പം അങ്ങനെയാണ് വെക്കേഷൻസ് വരുന്നത്. പിന്നെ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡെയിലി നമ്മൾ ജോബിന് പോകണം. ഇവിടെ ആകുമ്പോൾ കുറച്ച് ഫ്രീ ഡേയ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പം അല്ലെങ്കിൽ വീക്കെൻഡിൽ വർക്ക് ചെയ്യുമ്പം ഡബിൾ സാലറി ഉണ്ടാവും. പക്ഷേ ഇപ്പോഴേ നൈറ്റ് ഡ്യൂട്ടി ഒന്നും നമുക്ക് കിട്ടില്ല. 1 ഇയർ ഒക്കെ കഴിയും നമുക്ക് നമ്മളുടെ ലാംഗ്വേജ് ഒന്ന് പെർഫെക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കിട്ടും. അപ്പം എന്തെങ്കിലും വേറെ എക്സ്ട്രാ അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം.